ഹേ എവരി വൺ, ഒരു വാം വെൽക്കം ഒന്നും പറഞ്ഞിട്ട് തുടങ്ങുന്ന ഒരു മാനസികാവസ്ഥയിലൊന്നുമല്ല ഞാൻ. ഇന്നലെ മുതൽ ഫുൾ ഡൗൺ ആണ്. ഫുൾ എന്ന് പറഞ്ഞാൽ 100% ഡൗൺ, ലിറ്ററലി ക്രൈയിങ്. ഇതൊക്കെയാണ് അവസ്ഥ. എന്നെപ്പോലെ ഒരുപാട് ആൾക്കാരുണ്ടാവും എന്നെനിക്കറിയാം. ഒരു 1.5 വയസ്സുകാരൻ്റെ ഒരു കൊലപാതകം, അത് നമ്മളെ മനസ്സിനെ ഇത്രയും പിടിച്ചു കുലുക്കിയത് അവൻ അനുഭവിച്ച ഓരോ കാര്യങ്ങളും എണ്ണി എണ്ണി പറഞ്ഞു കേട്ടപ്പോഴാണ്. ഒരു 1.5 വയസ്സുകാരൻ വെറും 1.5 വർഷത്തിനിടക്ക് 80 വർഷത്തെ യാതനകളും ക്രൂരതകളും സഹിച്ചു എന്നാണ് പല മാധ്യമ പ്രവർത്തകരും പറയുന്നത് ഞാൻ കേട്ടത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, അതിൻ്റെ ഒരു ഡെൻസിറ്റി എത്രയായിരിക്കും എന്ന്. നമ്മളൊക്കെ ജീവിക്കുന്ന ഈ ലോകം ലിറ്ററലി ജീവിക്കാൻ കൊള്ളാത്ത ലോകമായിട്ടുണ്ട്. വല്ല ഏലിയൻസും വന്നൊരു പറക്കും തളികയിൽ വന്നിട്ട് ഇതിൻ്റെ അകത്ത് കയറിക്കോ എന്ന് പറഞ്ഞാൽ ഞാനിപ്പം വിത്ത് ഫാമിലി അതിൻ്റെ അകത്ത് കയറിപ്പോവും. ഈ നാട്ടിൽ ജീവിക്കാൻ പറ്റില്ല. അങ്ങനെ നശിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ലോകം മൊത്തം, ഈ ഭൂമി മൊത്തം. വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല. ഒരു എപ്സ്റ്റൈൻ ഫയൽസിൻ്റെ ഹാങ് ഓവർ മാറാൻ എനിക്ക് എത്രയോ കാലമെടുത്തു. അതിൻ്റെ പുറമെ ഇതും കൂടി വന്നപ്പോഴുണ്ടല്ലോ, നിങ്ങൾ ചിന്തിക്കുന്നതിൻ്റെ അപ്പുറത്താണ് എൻ്റെയൊക്കെ മാനസികാവസ്ഥ. ചിലപ്പോൾ ഞാനൊരു 2.5 വയസ്സുകാരൻ്റെ അമ്മയായതുകൊണ്ടായിരിക്കും എനിക്ക് ഇത്ര മാത്രം ഇത് ഫീൽ ആവുന്നത്. ഞാൻ ഇന്നലെ മുതൽ എൻ്റെ കുഞ്ഞിനെ കെട്ടിപ്പിടിച്ച് കരയാണ്, വെറുതെ കരയാണ്, ഒരു റീസണും ഇല്ലാതെ. അവൻ്റെ കാലിൽ പിടിച്ച് സോറി എന്ന് പറയുകയാണ്. എനിക്കറിയില്ല എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു പോകുന്നതെന്ന്. ആ കുട്ടി അനുഭവിച്ച കാര്യങ്ങളും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ കാര്യങ്ങളൊക്കെ ഒരുപാട് മാധ്യമപ്രവർത്തകരും അതുപോലെ മാധ്യമങ്ങളും കോണ്ടന്റ് ക്രിയേറ്റേഴ്സും അതുപോലെ സോഷ്യൽ പ്രതിബദ്ധതയിലുള്ള എല്ലാ ആൾക്കാരും പറഞ്ഞ് കേട്ടിട്ടും അറിഞ്ഞിട്ടുമൊക്കെ ഉണ്ടാവും. അതിനെക്കുറിച്ച് ഞാൻ ഒന്നും പറയുന്നില്ല. കാരണം അത് കേൾക്കുന്നത് തന്നെ എനിക്ക് ഇത്രയും ഡിസ്റ്റർബൻസ് ആണെങ്കിൽ അത് പറയുമ്പോൾ എനിക്ക് എത്രമാത്രം ഡിസ്റ്റർബൻസ് ഉണ്ടാവും. ഒരു സോഷ്യൽ മീഡിയയുടെ മുന്നിൽ വന്നിരുന്ന് കരയാനോ അല്ലെങ്കിൽ അത്രയും സഭ്യമല്ലാത്ത രീതിയിൽ സംസാരിക്കാനോ എന്നെക്കൊണ്ട് പറ്റില്ല എന്നുള്ളതും അതെൻ്റെ ഒരു നിലപാടായതുകൊണ്ടും ഞാൻ ഈ പറയുന്ന അഷ്കർ എന്ന് പറഞ്ഞ ഒരു വ്യക്തിയെയും ആ കുട്ടിയുടെ അമ്മ എന്ന് വിളിക്കുന്ന ആ ഒരു സ്ത്രീയെയും കുറിച്ച് വലിയ വലിയ കാര്യങ്ങളൊന്നും സംസാരിക്കാനോ ആ കുട്ടി അനുഭവിച്ച കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാനോ ഒന്നും പോകുന്നില്ല. അങ്ങനെ പറയേണ്ടി വന്നാൽ അതെൻ്റെ കയ്യിൽ നിന്ന് പോകുന്ന എനിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ടാണ് പറയാത്തത്. ഞാനിപ്പോൾ ഈ വീഡിയോ ഇടുന്നത് പോലും ഒരു കോണ്ടന്റ് ക്രിയേഷൻ ആയിട്ട് പോലും കാണണ്ട. കാരണം ഇതെൻ്റെ ഫീലിങ്സാണ്. ഇതെനിക്ക് എക്സ്പ്രസ് ചെയ്യണം. ഇതെനിക്ക് എക്സ്പ്രസ് ചെയ്തില്ലെങ്കിൽ ഞാൻ ചിലപ്പോൾ വല്ല ഭ്രാന്തം പിടിച്ച് ഞാൻ ചിലപ്പോൾ ഏതെങ്കിലും വഴിക്ക് പോകും. കാരണം അങ്ങനത്തെ ഒരു അവസ്ഥയാണ് ആ ന്യൂസ് കേട്ടപ്പോൾ മുതൽ എനിക്കുള്ളത്. ഓൾറെഡി മെൻ്റൽ ബ്രേക്ക് ഡൗൺസിലൊക്കെ ഇരിക്കുന്നവരൊന്നും ഇങ്ങനത്തെ ന്യൂസ് കാണാണ്ടിരിക്കുക. കാരണം കണ്ടു കഴിഞ്ഞാൽ നമ്മളത് ഒരുപാട് ബാധിക്കും. ഞാനൊരു അമ്മയായതുകൊണ്ട് എനിക്കത് ഒരുപാട് ബാധിച്ചു. ഈ ഒരു ന്യൂസ് കണ്ടതിന് ശേഷം ഞാൻ ലിറ്ററലി ഉറങ്ങിയിട്ടില്ല. ഇന്നലെ ഉറങ്ങാൻ കിടക്കുമ്പോൾ പോലും ഞാൻ ചിന്തിച്ചൊരു കാര്യം, ചിലപ്പോൾ നിങ്ങൾക്കതൊരു കോമഡി ആയിട്ട് ഫീൽ ആവുമായിരിക്കും, എന്നാലും ഞാൻ പറയാം. ഞാൻ ചിന്തിച്ചൊരു കാര്യമുണ്ട്. എൻ്റെ മകൻ എന്തെങ്കിലും പറ്റുന്ന ഒരു സ്വപ്നം എന്നിന്ന് കാണിക്കരുത്. അത് കാണിച്ചു കഴിഞ്ഞാൽ ആ സ്വപ്നം കഴിഞ്ഞിട്ട് ഉണരാൻ ചിലപ്പോൾ ഞാൻ ബാക്കിയുണ്ടാവില്ല. ഈ ഒരു സാധനം ചിന്തിച്ചുകൊണ്ടാണ് ഞാൻ ഇന്നലെ രാത്രി കിടന്നത് പോലും. കാരണം അത്ര പോലും എനിക്ക് ഉറക്കം വരുന്നുണ്ടായിരുന്നില്ല. എന്നെപ്പോലത്തെ ഒരുപാട് ആൾക്കാരുണ്ടാവും. ഇപ്പോൾ ഞാനൊരു വീഡിയോ ചെയ്യാൻ മെയിനായിട്ടുള്ള കാരണം എന്നെ വല്ലാണ്ട് ഹോണ്ട് ചെയ്ത് എന്നെ ഡിസ്റ്റർബ് ചെയ്ത കുറേ കാര്യങ്ങൾ ഈ ഒരു സംഭവത്തെ ചുറ്റിപ്പറ്റി ഉണ്ടായിട്ടുണ്ട്. അത് പറയാൻ വേണ്ടിയിട്ടാണ്. അതിൽ മെയിൻ കാര്യം, ആ ഒരുത്തനെ ഈ പോലീസുകാർ ഇങ്ങനെ ഈ നാട്ടുകാരൊക്കെ അവനെ കയ്യേറ്റം ചെയ്യാൻ വരുമ്പോൾ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതും കയ്യേറ്റം ചെയ്യാമെന്ന നാട്ടുകാരെ കയറി അടിക്കുന്നതും എനിക്കത് തീരെ ഡൈജസ്റ്റ് ആവുന്നില്ല. അതിൻ്റെ പിന്നിൽ ചിലപ്പോൾ വേറെ പല കാര്യങ്ങളുണ്ടാവുമായിരിക്കും. പക്ഷെ എന്നാലും ഒരു മനുഷ്യൻ എന്ന നിലയിൽ എനിക്കത് ഡൈജസ്റ്റ് ആവുന്നേ ഇല്ല. അവരെ 2 പേരെ ഇന്നലെ പരിവാരങ്ങളൊക്കെ കൂട്ടി അവർ ജയിലിലോട്ട് വിടുകയാണ്. ഇനി അവർ പൂർവാധികം ശക്തിയോടെ അത്രയും സുന്ദരനും സുന്ദരിയൊക്കെ ആയിട്ട് തിരിച്ചു വരും. അതിനാണല്ലോ പ്രിയപ്പെട്ട പോലീസുകാരെ, നിങ്ങൾക്ക് അന്നേരം ഒരു കാര്യം ചെയ്യായിരുന്നു. നിങ്ങൾക്ക് ആ നിൽക്കുന്ന ആൾക്കാരുടെ ഒക്കെ ക്യാമറ ഒരു 10 മിനിറ്റ് നേരത്തേക്ക് ഓഫാക്കാൻ പറയായിരുന്നു. പറഞ്ഞിട്ട് ഇവനെ നാട്ടുകാരുടെ മുന്നിലേക്ക് ഇട്ടുകൊടുക്കണമായിരുന്നു. അങ്ങനെ നിങ്ങൾ ചെയ്തിരുന്നെങ്കിലുണ്ടല്ലോ, അത് ആ കുഞ്ഞിന് കൊടുക്കുന്ന ഏറ്റവും വലിയ സല്യൂട്ടായി മാറിയാണ്. ഇത് മെയിനായിട്ട് ഹോണ്ട് ചെയ്തൊരു കാര്യം അതാണ്. ഇതല്ലാതെ വേറെയുണ്ട്. പ്രമുഖ വാർത്താ ചാനലിൽ ആ കുട്ടിയുടെ ദേഹം മുഴുവനും ബ്ലർ ചെയ്തിട്ട് ആ കുട്ടിയുടെ കാല് മാത്രം കാണിച്ചിട്ടുണ്ടായിരുന്നു. ആ നിമിഷം തകർന്നതാണ് ഞാൻ. അതിനുശേഷം എനിക്ക് കരച്ചിൽ അടക്കിപ്പിടിച്ച് നിർത്താൻ പറ്റുന്നുണ്ടായിരുന്നില്ല. വെറുതെ ആ ഒരു സീൻ ആലോചിക്കുന്നവർ വെറുതെ കരയായിരുന്നു ഞാൻ. വെറുതെ അല്ല, ഫോർ റീസണിന് തന്നെയാണ് കരയുന്നത്. ഈ മാധ്യമങ്ങളോടാണ് ഞാൻ പറയുന്നത്, ഇങ്ങനത്തെ വിഷ്വൽസ് ഒന്നും ഒരിക്കലും കാണിക്കരുത്. കാരണം അത് വല്ലാണ്ട് ഹോണ്ട് ചെയ്യുന്ന കുറേ ആൾക്കാർ എന്നെ പോലെ ഉണ്ടാവും.
അവർക്ക് പിന്നെ നിങ്ങളുടെ ചാനൽ തുറക്കാൻ പോലും തോന്നില്ല. ഇങ്ങനെ ഒരു വിഷ്വൽ പെട്ടെന്ന് നമ്മുടെ മുന്നിൽ വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് ചാനൽ മാറ്റാൻ പറ്റില്ല, നമ്മളിങ്ങനെ തരിച്ചങ്ങ് നിന്ന് പോകും. പിന്നെ ആ ഒരു വിഷ്വലായിരിക്കും നമുക്ക് ഊണിലും ഉറക്കലും. ലിറ്ററലി എനിക്കെൻ്റെ മോനെ കാണുമ്പം പോലും എനിക്ക് ആ വിഷ്വലാണ് എൻ്റെ മൈൻഡിലേക്ക് ഫസ്റ്റ് വരുന്നത്. അതൊന്നും ചെയ്യാണ്ടിരിക്കുക. പിന്നെ എന്നെ ഹോണ്ട് ചെയ്ത വലിയൊരു കാര്യം എന്താണെന്ന് പറയും, അതിൻ്റെ അകത്ത് ഒരുപാട് അയൽവാസികളായിട്ടുള്ള ആൾക്കാർ ആ കുട്ടിയെ അനുഭവിച്ച് പല കാര്യങ്ങളും പറയുന്നുണ്ടായിരുന്നു. ആ കുട്ടിയെ പാരപ്പറ്റിൻ്റെ മുകളിൽ കയറ്റി നിർത്തിയിട്ടുണ്ടായിരുന്നു, എന്നിട്ട് അവർ വാതിൽ പൂട്ടി പോവുമായിരുന്നു. ആ കുട്ടി 2 കൈയും വയ്യാത്ത സമയത്ത് എഴഞ്ഞ റോഡിൽ കൂടെ കയറി വീട്ടിലോട്ട് കയറി വന്നിട്ടുണ്ടായിരുന്നു. ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഇതൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് ആ കുട്ടിയെ ഒന്ന് ഹെൽപ്പ് ചെയ്യായിരുന്നില്ലേ? ആ കുട്ടിയെ ഒന്ന് എടുത്ത് നിങ്ങളുടെ വീട്ടിലോട്ട് കൊണ്ടുപോയായിരുന്നില്ലേ? അല്ലെങ്കിൽ തൊട്ടടുത്ത പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയായിരുന്നില്ലേ? ഒന്നും വേണ്ട. ആ കുട്ടിയുടെ അമ്മമ്മയുടെയോ അല്ലെങ്കിൽ ആ കുട്ടിയുടെ വേണ്ടപ്പെട്ട ആൾക്കാരുടെ ആരുടെയെങ്കിലും നമ്പർ തേടി പിടിച്ച് ഈ കുട്ടി അനുഭവിക്കുന്ന ഇതാണെന്ന് 1 മാസം മുന്നേ എങ്ങും പറയായിരുന്നില്ലേ നിങ്ങൾക്ക്? 2 മാസമായി അവരവിടെ താമസിക്കുന്നു. 2 മാസമായി ആ കുട്ടി ഒരുപാട് കഷ്ടതകൾ അനുഭവിക്കുന്നു എന്ന് ആ അയൽവാസികളൊക്കെ പറയുന്നു. അപ്പോഴൊക്കെ നിങ്ങൾ എവിടെ പോയി? ഇപ്പോൾ ഒരു ക്യാമറയും 4 മൈക്ക് മുന്നിൽ കാണുമ്പോൾ നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങൾ അന്ന് പറയുകയോ പ്രവർത്തിക്കുകയോ ചെയ്തിരുന്നെങ്കിൽ ഇന്ന് ആ കുട്ടിക്ക് ഈ ഒരു അവസ്ഥ വരികയായിരുന്നില്ല. ഇതിനെല്ലാവരും കുറ്റക്കാരാണ്. ആ കുട്ടിയുടെ ഈ ഒരു അവസ്ഥ അറിഞ്ഞിട്ടും അതിനെ റിയാക്ട് ചെയ്യുകയോ അതിനെ രക്ഷിക്കാനോ പോവാത്ത എല്ലാവരും. ഇന്നലെ നാട്ടുകാരൊക്കെ ചേർന്ന് അവനെ തല്ലാൻ ശ്രമിക്കുന്ന നേരത്തെ അത് തടഞ്ഞ പോലീസുകാരടക്കം ഇതിൽ കുറ്റക്കാർ തന്നെയാണ്. ഇതൊക്കെ ഞാൻ പറയുന്നത് പോലും എൻ്റെ ഉള്ളിൽ അത്രയും ലൈക്ക് ഫീലിങ്സും ഒക്കെ കൊണ്ട് ലീക്കാവുകയാണ്. എനിക്കത് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. ഒരു കുഞ്ഞു ബാവേനെ നമ്മൾ കെയർ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമുക്കറിയാം അല്ലേ? ഞാനൊക്കെ എൻ്റെ മോനെന്നല്ല, എൻ്റെ മോൻ്റെ പ്രായത്തിലുള്ള ഏത് കുട്ടിയെയും ഞാൻ കണ്ടു കഴിഞ്ഞാൽ അത്രയും കെയർ ചെയ്യും, സ്നേഹിക്കുകയൊക്കെ ചെയ്യും. ഞാൻ നിൽക്കുന്നത് ഗുജറാത്തിലാണ്. ഇവിടെ ഒരുപാട് കുട്ടികൾ അലഞ്ഞ് നടക്കുകയും സ്കൂളിൽ പോവാതെയും ഇത്രയും നട്ടുച്ച വെയിലൊക്കെ നടു റോഡിലൂടെ നടക്കുന്ന കുട്ടികളൊക്കെ ഉണ്ട്. ആ കുട്ടികളൊക്കെ കാണുമ്പോൾ ഞാൻ ഫൈനാൻഷ്യലി സെറ്റിൽഡ് ആയിട്ടുള്ള ഒരാളല്ല, പക്ഷെ എന്നെക്കൊണ്ട് പറ്റുന്നത് എൻ്റെ മുന്നിൽ 2 ബിസ്ക്കറ്റിൻ്റെ പാക്കറ്റ് ഞാൻ വാങ്ങിയിട്ടുണ്ടെങ്കിൽ അതിലൊരു ബിസ്ക്കറ്റിൻ്റെ പാക്കറ്റ് അവർക്ക് കൊടുക്കുന്ന ഒരാളാണ് ഞാൻ. എൻ്റെ കുഞ്ഞിൻ്റെ മുഷിയാത്ത നല്ല വസ്ത്രങ്ങളുണ്ടെങ്കിൽ അതൊക്കെ കഴുകി തേച്ചുണക്കി വേണ്ട കുട്ടികൾക്ക് എത്തിച്ചു കൊടുക്കുന്ന ഒരാളാണ് ഞാൻ. എൻ്റെ മോനൊരു ഐസ്ക്രീം മേടിക്കാൻ പോകുമ്പോൾ അതിൻ്റെ തൊട്ടപ്പുറത്ത് ഒരു കുട്ടി ഉണ്ടെങ്കിൽ ആ കുട്ടിക്ക് ഒരു ഐസ്ക്രീം മേടിച്ചു കൊടുക്കുന്ന ഒരാളാണ് ഞാൻ. ഇതൊന്നും വലിയ കാര്യമല്ല, ഏറ്റവും ചെറിയ കാര്യമാണ്. പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്, പക്ഷെ എനിക്ക് പറയാൻ പറ്റുന്നില്ല. കുറേ പറയണമെന്നുണ്ട്, പക്ഷെ പറയാൻ പറ്റുന്നില്ല. ഇത്രയെങ്കിലും ഞാൻ പറയണം. ഞാനൊരു യൂട്യൂബ് ചാനൽ വെച്ചിട്ട് ഇത്രയും വലിയൊരു കാര്യം നടന്നിട്ട് ഇതിനെക്കുറിച്ച് എൻ്റെ കൺസേൺ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടില്ലെങ്കിൽ എനിക്കൊരു സമാധാനം ഉണ്ടാവില്ല. ഇതെൻ്റെ സമാധാനത്തിന് വേണ്ടി ഞാൻ പോസ്റ്റ് ചെയ്യുന്നു. കാണേണ്ടവർക്ക് കാണാം, സ്കിപ്പ് ചെയ്യേണ്ടവർക്ക് സ്കിപ്പ് ചെയ്യാം. ബൈ.